അസ്സലാമലൈക്കും, നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ അത് നമ്മൾ ഉഴുന്നൊക്കെ കൂട്ടി അരച്ചിട്ടുള്ള ദോശ ഉണ്ടാക്കിയത്. ചെറുപയർ വെച്ചിട്ടാണ് ഈ ദോശ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചെറുപയറും പച്ചരിയും കുറച്ച് ചോറും കൂടി അരച്ചിട്ട് ആണ് ഇന്ന് ഈ ദോശ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തിയുമായിട്ടുള്ള ഈ ദോശ എങ്ങനെ റെഡിയാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ താമസിയാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് പച്ചരി കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചെറുപയറും കഴുകിയിട്ട് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമ്മളൊരു 5 മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കുക. അപ്പോൾ ഞാൻ അതുപോലെ വെച്ചതാണ്. ഇനിയിപ്പോൾ നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന സ്റ്റീൽ ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് ഒരു ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ചെറുപ്പയറും എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് പച്ചരിയും ഒരു ഗ്ലാസ് ചെറുപ്പയറും ആ തോതിലെടുക്കാം. പിന്നെ ഇപ്പം ഞാൻ പച്ചരി നല്ല അരച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ജാറിൽ തന്നെ നമുക്ക് ആ ചെറുപ്പയറും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ ചെറുപയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ചെറുപയറിൻ്റെ കറിയൊക്കെ കൂട്ടാത്ത കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, അവർക്ക് ഇതുപോലെ ദോശയൊക്കെ ചുട്ട് കൊടുത്താൽ അവർക്ക് ചെറുപയർ അങ്ങനെ കഴിച്ചോളും. ചെറുപയർ കറി ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെറുപയർ ഇതുപോലെ നല്ല അരച്ചെടുത്തു. അത് നമുക്ക് ഈ അരിമാവിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ചോറെടുത്തിട്ട് അതും കൂടി അരച്ചെടുക്കാം. ഞാൻ കുറച്ച് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് ചോറെടുത്തിട്ടുണ്ട്. മട്ടയരി ചോറാണ്, അതാണ് ഇതിൻ്റെ കളർ ഇങ്ങനെ. അപ്പോൾ അതും കൂടെ ഒന്ന് നല്ലൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതും അരച്ചെടുത്തു. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇനി ഇത് നമുക്ക് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു നല്ല പച്ച കളർ കാണുന്നുണ്ട്. പിന്നെ ദോശ ഉണ്ടാക്കുമ്പോൾ ഇത്ര പച്ച കളറൊന്നും ഉണ്ടാവില്ല, എന്നാലും കുറഞ്ഞൊരു കളർ ഉണ്ടാവും. ഇത് ഞാൻ തലേ ദിവസമാണ് രാവിലത്തേക്കുള്ള ദോശ ഉണ്ടാക്കാൻ തലേ ദിവസമാണ് ഞാൻ ഈ മാവ് അരച്ച് വെക്കുന്നത്. ഇത് നമുക്ക് ചെറുപ്പയറും അരിയും കൂടി അരച്ചിട്ട് അപ്പോൾ തന്നെ ദോശ ഉണ്ടാക്കണേ അങ്ങനെ ഉണ്ടാക്കട്ടോ. ഞാൻ പിന്നെ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കട്ടി ജാസ്തി ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഉഴുന്ന് ദോശയൊക്കെ കൂട്ടി അരച്ച് ദോശ ഉണ്ടാക്കില്ല, ആ ഒരു മാവിൻ്റെ ഒരു കട്ടി തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ ഞാൻ നല്ല മിക്സ് ചെയ്ത് ഇനി നമുക്കിത് അടച്ച് വെക്കാം. ഒരു 8 മണിക്കൂറൊക്കെ നമുക്കിതുപോലെ വെക്കാം. അപ്പോൾ ഒരു 8 മണിക്കൂർ കഴിഞ്ഞ് രാവിലെ ഞാൻ എടുക്കണത്. അപ്പോൾ ഈ മാവ് ഇതുപോലെ ആയിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ നമ്മൾ ബേക്കിംഗ് സോഡ ഇഷ്ടമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ അതിങ്ങനെ തന്നെ അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് നല്ല പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ ഇനി ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉപ്പ് ഇട്ടിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് പാകത്തിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നല്ലൊന്ന് മിക്സ് ചെയ്യാം. ഞാനിത് 2 ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. ചെറുപ്പയറും അരിയും കൂടി അരച്ചിട്ട് റെസ്റ്റ് ചെയ്യാതെ അപ്പം തന്നെ ദോശ ചുട്ടിട്ടുണ്ട്. ഇതുപോലെ ഞാൻ തലേ ദിവസം അരച്ച് വെച്ചിട്ടും ചുട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് തലേ ദിവസം നമ്മൾ മാവൊക്കെ അരച്ച് വെച്ചിട്ട് ഒരു 8 മണിക്കൂറൊക്കെ റെസ്റ്റിന് വെച്ചിട്ട് ചുട്ടെടുത്തിട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾക്ക് അങ്ങനെ അല്ലാതെ അപ്പം തന്നെ ഉണ്ടാക്കണ അങ്ങനെ ഉണ്ടാക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾക്കിതിന് ചുട്ടെടുക്കാം. ഞാനൊരു ഇരുമ്പിൻ്റെ ചട്ടിയിലാണ്, അപ്പോൾ അതുകൊണ്ട് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ഇനി നോൺ സ്റ്റിക്കിൻ്റെ എന്താണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ എണ്ണ കാണുന്നില്ല.
നമ്മൾ ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ വേണമെങ്കിൽ കുറച്ചും കൂടി ഓയിൽ തടവി കൊടുക്കണമെങ്കിൽ ഒന്ന് തടവി കൊടുക്കാം. ഇതുപോലെ നമുക്ക് എല്ലാ ദോശയും ചുട്ടെടുക്കാം. നമുക്ക് ഉഴുന്നൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ചെറുപ്പയറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ചെറുപ്പയർ കഴിക്കാത്ത കുട്ടികളുണ്ടാവില്ല, കറി വെച്ചാലും ചെറുപ്പയർ പിന്നെ തോരൻ വെച്ചാലൊക്കെ അത് കഴിക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കി കൊടുത്താൽ മതി. അവർക്ക് ആ ചെറുപ്പയറിൻ്റെ ആ പോഷകമൊക്കെ അവർക്കാണ് കിട്ടിക്കോളും. ഞാൻ മുഴുവൻ ദോശയും ഇതുപോലെ ചുട്ടെടുക്കട്ടെ. അപ്പോൾ നമ്മളെ ചെറുപ്പയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുഴുവൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത ബെല്ലേക്ക് ഒന്ന് എനേബിൾ ചെയ്താൽ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടുന്നതാണ്. ഇതിലേക്ക് ഞാൻ ചട്നിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചട്നിയൊക്കെ കൂട്ടിയിട്ട് പിന്നെ ദോശ പിന്നെ ഞാൻ ഇപ്പോൾ തേങ്ങാ ചട്നിയാണ് ഇതിലേക്ക് ഉണ്ടാക്കിയിട്ട്. ഇനി തക്കാളി ചട്നിയോ സാമ്പാറോ ഒക്കെ നമുക്ക് ഇതിലേക്ക് പറ്റുമില്ല, കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ്.